പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ആദ്യ ചന്തയാണ്, ചന്തയിലെത്തിയിരിക്കുകയാണ്. പോത്തും കുട്ടികളൊക്കെ ഈ ആഴ്ച വന്നിട്ടില്ല. ഈ നിൽക്കുന്ന കുറച്ച് തമിഴ്നാട് കർണാടക കുട്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതിനാണെങ്കിൽ പൊന്നും വിലയാണ് ഇന്ന് ചോദിക്കുന്നത്. നോർമലി 10 രൂപ താഴെ വിൽപ്പന നടക്കുന്ന കുട്ടികളൊക്കെ ഇന്ന് 18-20 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. തന്നെ 15 രൂപയ്ക്ക് മേളിലാണ് ഈ ചെമ്പൻ കുട്ടികളെല്ലാം വിറ്റ് പോകുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുട്ടികൾ 1-2 വരുന്നുണ്ട്. അതിനാണെങ്കിൽ നല്ല വില ചോദിക്കുന്നുണ്ട്. ഇന്ന് പോത്തുകുട്ടികൾ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും വില ചോദിക്കുന്നത്. ഇവിടെയൊക്കെ കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് കുട്ടികളെ എടുക്കാനാണ് വന്നത്. പക്ഷേ ഇന്ന് കുട്ടികളെ എടുപ്പ് നടക്കത്തില്ല, കുട്ടികളില്ല. ഉള്ള കുട്ടികൾക്ക് നല്ല വിലയാണ്. കന്ന് ചന്തയിൽ കയറിയിട്ടില്ല. പെരുന്നാളിന് മുമ്പത്തെ ചന്തയ്ക്ക് ഇഷ്ടംപോലെ കന്ന് കയറിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ നല്ല പോത്തുകുട്ടികൾ ഇപ്പോൾ ഉണ്ട്. മേനി വില 60 രൂപയാണ് രണ്ടിനും കൂടി ചോദിക്കുന്നത്. 60,000 രൂപ ചോദിക്കുന്ന പോത്തുകുട്ടികളാണ്. ഇവിടെ ഒരു പോത്തുകുട്ടി ഇപ്പോൾ ഉണ്ട്. അതിന് 36,000 രൂപയാണ് ഈ ഒരു കുട്ടിക്ക് ചോദിക്കുന്നത്. 36,000 രൂപ ചോദിക്കുന്ന പോത്തുകുട്ടിയാണ്. 36 രൂപ ചോദിക്കുന്ന പോത്തുകുട്ടിയാണ്. ഇതിന് ഞാൻ ഒരിക്കൽ വില പറഞ്ഞ് നിർത്തിയ കുട്ടിയാണ്. പക്ഷേ നമുക്ക് വേറെ കുട്ടിയെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിനെ തിരിച്ച് കൊടുത്തതാണ്. 26,000 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ച കുട്ടിയായിരുന്നു. വേറെ കിട്ടാത്തതുകൊണ്ട് ഇതിനെ നമ്മൾ തിരിച്ചു കൊടുത്ത കുട്ടിയാണ്. ഒരെണ്ണമായിട്ട് നമുക്ക് ഇങ്ങ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഭയങ്കര നഷ്ടമാകും. അതുകൊണ്ടാണ് പിന്നെ തിരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അവർ 36 രൂപ വെച്ച് ഞാൻ 20 രൂപ പറഞ്ഞ് 22 രൂപ പറഞ്ഞ് 26 രൂപയ്ക്ക് ഒതുക്കിയ കുട്ടിയാണ്. അതിപ്പോൾ അവർ വേറെ കച്ചവടത്തിനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അതിനടുത്ത് നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല വില ചോദിക്കുന്നുണ്ട്. നല്ല വൃത്തിയുള്ള കുട്ടിയായിരുന്നു. പക്ഷേ നമുക്ക് അതിനെ എടുക്കാൻ പറ്റാതായി. ഇപ്പോൾ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എടുത്തനായിരുന്നു. നല്ല വൃത്തിയുള്ളൊരു കുട്ടിയായിരുന്നു. ക്രോസ് ബ്രീഡ് കുട്ടിയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെയും 2 കുട്ടികൾ ഇരിപ്പുണ്ട്. 55 രൂപയാണ് ചോദിക്കുന്നത്. 55,000 രൂപയാണ് ചോദിക്കുന്നത്. ഇന്ന് പോത്തുംകുട്ടികൾക്ക് തീ പിടിച്ച വില തന്നെയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് പോത്തുംകുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ല വിലയ്ക്ക് വിൽക്കാമായിരുന്നു തോന്നുന്നു. കാരണം ഒരുപാട് പേര് ഇന്ന് കുട്ടികളെ എടുക്കാൻ വേണ്ടി ചന്തയിൽ വന്നിട്ടുണ്ട്. ബൾക്ക് കണക്കിന് എടുക്കാൻ വേണ്ടി ഓരോരുത്തർ വന്നിട്ടുണ്ട്. 25-30 കുട്ടികളൊക്കെ എടുക്കാൻ വേണ്ടി ഒരുമിച്ച് വന്നവരാണ് കൂടുതലും നമ്മളെ കൂടെ വന്നവർ. പക്ഷേ ആർക്കും ഇതുവരായിട്ടൊന്നും കിട്ടിയിട്ടില്ല. വില കേട്ടപ്പോഴേ എല്ലാവരും മാറി മാറി പോകുന്നുണ്ട്. എല്ലാം കുറച്ച് നേരം കൊണ്ട് ഇവിടെ നിൽക്കുന്ന കുട്ടികളാണ്. അങ്ങനെ ആരും കൈ കൊടുക്കുന്നില്ല ഇത്രയും വിലയൊക്കെ പറയുന്നത് കൊണ്ട്. നല്ല വില തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു 2-3 മാസത്തേക്ക് ഇവിടെ നല്ല വിലയായിരിക്കും പോത്തുകുട്ടികൾ വന്നാലും. കാരണം കേരളത്തിൽ നിന്ന് എല്ലാവരും ഇവിടെ തന്നെയാണ് വരുന്നത് പോത്തുകുട്ടികളെ എടുക്കാൻ. നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളൊക്കെ വന്ന് സെലക്ട് ചെയ്ത് അവരെടുത്തുകൊണ്ട് പോകുന്നതാണ്. എന്നാലും ഇതിനൊന്നും വില ചോദിച്ചിട്ട് പിന്നെ നമ്മൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി കുറച്ച് നേരം വിളിക്കട്ടെ വരുമെന്നറിയാം. 6 മണിയോടടുത്ത് എന്നിട്ടും പോത്തുകുട്ടികൾ ഇപ്പോഴും വന്നിട്ടില്ല. കുറച്ച് കർണാടക കുട്ടികൾ വന്നതേ ഉള്ളായിരുന്നു. നമ്മളെന്തായാലും ഇതുവരെയായിട്ടും ഒന്നും എടുത്തിട്ടില്ല. ചന്തക്കകത്തൊക്കെ കയറി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും ഉണ്ടോയെന്നറിയാം. ചന്തയിൽ ഇന്നിപ്പോൾ കന്നുകളെല്ലാം കുറവാണ്. മറ്റുള്ള പശു ആയാലും മൂരിയായാലും കാളയായാലും എല്ലാം കുറവ് തന്നെയാണ്. മൂരിക്കുട്ടികളും പൈക്കുട്ടികളൊക്കെ കുറവ് തന്നെയാണ്. ഈ ഭാഗത്തൊന്നും ഇല്ല. ചന്ത കാലിയാണ്. കുറേയൊക്കെ വന്നത് കച്ചവടമായി പോയി. ഇനിയിപ്പം ഈ നിൽക്കുന്ന കുറച്ച് നല്ല കുട്ടികൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കച്ചവടമായി പോയതാണ്. ഇത് 3 ഒരുമിച്ച് കച്ചവടമായി പോയതാണെന്ന് തോന്നുന്നു. ചന്തയിൽ കന്ന് വളരെ കുറവ് തന്നെയാണ്. അതുകൊണ്ട് നല്ല വിലക്കയറ്റം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിന്ന് പോത്തുംകുട്ടികളെ എടുക്കാനായിരുന്നു കൂടുതലും ആൾ വന്നത്. പക്ഷേ ഇന്ന് പോത്തുംകുട്ടികളെ കിട്ടിയില്ല. അടുത്ത ആഴ്ച നോക്കാം. പശുക്കളൊക്കെ നിൽപ്പുണ്ട്. ഇടക്കറ പശുക്കളും എല്ലാം നിൽപ്പുണ്ട്. 5 ലിറ്റർ പാലൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. 5-10 കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ 2 ദിവസം കറക്കാതെയൊക്കെ കൊണ്ടുവരുന്നതാണെന്ന് തോന്നുന്നത്. നല്ല അകിട് നല്ലോണം വലിപ്പം വെച്ച് നിൽക്കുകയാണ്. അത് പാല് നിൽക്കുന്നതുകൊണ്ടാവാം. ഇതിനൊക്കെ നല്ല അകിടുണ്ട്. നല്ല പശുക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച. നല്ല പശുക്കുട്ടികൾ ഈ ഭാഗത്ത് ഒരുപാട് നിൽപ്പുണ്ട്. 18 രൂപ, 20 രൂപ, 25 രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. 30 രൂപ ചോദിക്കുന്ന കുട്ടികളും ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. പല റേറ്റിനുമുള്ള കുട്ടികൾ നിൽപ്പുണ്ട്. എല്ലാത്തിനും വില കൂടുതൽ തന്നെയാണ് ചന്തയിൽ. ഒന്നും പറയാനില്ല. എല്ലാം നല്ല വില തന്നെയാണ് ചന്തയിൽ ഇന്ന്. കന്നുകൾക്ക് നല്ല കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. 15 രൂപയാണ് ചോദിക്കുന്നത്. 15 രൂപയാണ് ഓരോന്നിനും ചോദിക്കുന്നത്. 15 രൂപ ചോദിക്കുന്ന കുട്ടികളാണ്.
ചെറിയ കുട്ടികൾ, നല്ല കുട്ടികൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ എടുത്താലും നമ്മൾ നാട്ടിലെത്തും. നല്ല നാടിനാവശ്യമായ കയറുകളെല്ലാം അവിടെ കിട്ടും. മൂക്കയറ്, വട്ടക്കയറ്, പക്കാണി, നല്ല പശുക്കുട്ടികൾ. 1 വയസ്സിന് മേളിൽ പ്രായമുള്ള പശുക്കുട്ടികളൊക്കെ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. അതൊക്കെ 20 രൂപയ്ക്ക് മേളിലാണ് അവരുടെ ചോദ്യം. 1 വയസ്സിന് മേളിൽ പ്രായമുള്ളതിനൊക്കെ 20 രൂപയ്ക്ക് മേളിലാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ വിലപേശി എടുക്കണം. നല്ല പശുക്കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. നല്ല HFൻ്റെ ജേഴ്സി, സഹിവാൾ ക്രോസ് പശുക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഈ ഭാഗത്ത്. കുറേയൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. നല്ല കുട്ടികളാണ് ആ ഭാഗത്ത് നിൽക്കുന്നതല്ല. ചെറിയ പൈക്കുട്ടികളും മുരിക്കുട്ടികളും എന്താ ഇവിടെ നിൽപ്പുണ്ട്. 15 രൂപ 18 രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ ചോദ്യമാണ്. നമുക്ക് മുതലാവുന്ന വില നമുക്ക് എന്തെങ്കിലും പറയാം. അവർക്ക് മുതലായി കഴിഞ്ഞ് കച്ചവടം നടക്കുന്ന. ഇതിന് 16 രൂപയാണ് ചോദിക്കുന്നത്. 16,000 രൂപയാണ് ഇതിന് ചോദ്യം. 16,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. നല്ല പശുക്കുട്ടികൾ തന്നെയാണ്. 16 ചോദിക്കുന്നത്. കച്ചവടമൊക്കെ നടക്കുന്നത് ഏറ്റവും താത്ത് തന്നെയാണ്. പിന്നെ അവരെ നാട്ടിലുള്ളവർ തന്നെ അവിടെ നിന്ന് ഇപ്പം നല്ല പശുക്കുട്ടികളൊക്കെ വന്ന് സെലക്ട് ചെയ്ത് അവർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് വളർത്താനായിട്ട്. നല്ല ചെറിയ മുരിക്കുട്ടികളൊക്കെ അവിടെ നിൽപ്പുണ്ട്. നല്ല വളർത്താൻ പറ്റിയ നല്ല മുരിക്കുട്ടികൾ നിൽപ്പുണ്ട്. 12 രൂപയാണ് ഇതിന് ചോദിക്കുന്ന ഓരോന്നിനും. 12 രൂപ അവർ ചോദിക്കുന്നുണ്ട്. 12,000 രൂപയാണ് അവരുടെ ചോദ്യം. ചെറിയ മുരിക്കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. ഇതൊന്നും മേടിച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെത്തൂല. അതിന് മുമ്പ് പടാവും. അതൊക്കെ ഇവിടെ ഉള്ളവർക്ക് വാങ്ങി വളർത്തി ഒരു പരിവാക്കി എടുത്തിട്ട് വിൽപ്പന നടക്കത്തേ ഉള്ളൂ. ചെറിയ മുരിക്കുട്ടികളൊക്കെ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. 12, 15 ചോദിക്കുന്ന മുരിക്കുട്ടികൾ തന്നെയാണ്. ഒരു ചോദ്യമാണ്. അപ്പോൾ ഇന്ന് ചന്തയിൽ നല്ല വിലക്കയറ്റം തന്നെയായിരുന്നു. ഇനി കുറച്ച് നാളത്തേക്ക് വിലക്കയറ്റമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം ഇന്ന് പോത്തുംകുട്ടികൾ വരാത്തതുകൊണ്ട് എല്ലാ കന്നുകൾക്കും നല്ല വിലയായിരുന്നു. എന്നാലും 7 മണി അടുക്കൊന്ന് നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കൊന്നും കിട്ടിയില്ല. നേരത്തെ നാട് പിടിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു മുരിക്കുട്ടി അവിടെ നിൽപ്പുണ്ട്. 4,000 രൂപയാണ് അതിന് ചോദിക്കുന്നത്. 4,000 രൂപ. നല്ലൊരു വളർത്താൻ പറ്റിയ മുരിക്കുട്ടിയായിരുന്നു. പക്ഷെ അത് നമുക്കൊന്നും പറ്റത്തില്ല. അവിടെയെങ്ങും ആടില്ല. വലിയ എരുമയൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ കച്ചവടമായി. ബാക്കിയുള്ളതൊന്നും വന്നില്ല. ആന്ധ്രയിൽ കന്ന് പിടുത്തം നടക്കുന്നുണ്ട്. ചന്തയിൽ കന്നുകളൊന്നും വന്നിട്ടില്ല. വരുന്ന ആഴ്ചകളിൽ ശരിക്കും കന്ന് കയറുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നാടൻ എരുമക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. എരുമക്കുട്ടികൾ നാടൻ എരുമക്കുട്ടികളാണ്. ഇവിടുത്തെ തമിഴ്നാട് എരുമക്കുട്ടികളാണ് നിൽക്കുന്നത്. എന്തായാലും ഇന്ന് സംഭവ ബഹുലമായിരുന്നു ചന്ത കഴിഞ്ഞ് ഇനി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഈ ഒരു പോത്തുംകുട്ടിക്ക് അവർ ചോദിക്കുന്നത് 26,000 രൂപയാണ്. 26,000 രൂപയാണ് അവർ ആ പോത്തുംകുട്ടിക്ക് ചോദിച്ചത്. 2 ചെറിയ പോത്തുംകുട്ടി ഇവിടെ നിൽപ്പുണ്ട്. അതിനവർ 35 രൂപയാണ് ചോദിക്കുന്നത്. രണ്ടിനും കൂടി ജോഡി 35,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിനൊന്നും നമ്മൾ വില പറയാനേ നിന്നില്ല. ഇത്രയും ചെറുതെടുത്തുകൊണ്ട് പോയിട്ടും കാര്യമില്ല. 35,000 രൂപ ചോദിക്കുന്ന കുട്ടികളാണ്. എന്തായാലും നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് വില കേട്ട് തന്നെ ഇന്ന് ബോധക്കേട് വന്നിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.